ഞാൻ ആഗ്രഹിക്കാതെ തന്നെ ഉദയന്നൂരമ്മ എനിക്ക് അമ്മയും മുത്തശ്ശനെയും പല്ലവിയും പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വിശാൽ സാറിനെയും ഈ കുടുംബത്തെയും എനിക്ക് തന്നില്ലേ? ഞാൻ ആഗ്രഹിക്കാതെ തന്നെ ഇത്രയും വലിയ കാര്യങ്ങൾ ഉദയന്നൂരമ്മ എനിക്ക് തരുമ്പോ ചൂടോടെ ആഹാരം കഴിക്കുന്ന കാര്യത്തിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കേണ്ടതുണ്ടോ സർ? അതെ, നീ ഓവറായിട്ട് ഫീൽ ചെയ്യാതെ ഇവിടെ വന്നിരുന്നേ. നീ എന്താ ഇതിനിടയിൽ പാലം പണിയാൻ പോവാണോ? അടുത്ത് വന്നിരിക്കുക. അടുത്ത് വന്നിരിക്കാനല്ലേ പറഞ്ഞത്? എന്റെ സ്വഭാവം മാറ്റരുത്. നീ അടുത്ത് വന്നിരിക്കുന്നുണ്ടോ ഇല്ലയോ? നീ എന്താ ഈ കട്ടിൽ എന്റെ അടുത്തേക്ക് വരില്ലേ? വിശാൽ സർ ആഹാരം കഴിക്കും. ഇപ്പൊ തന്നെ ചൂടാറി കാണൂട്ടോ. കഴിക്കൂ സർ. അയ്യോ ആദ്യമേ നീ കഴിക്ക. സർ, ഇത് ഞാൻ വിശാൽ സാറിന് കഴിക്കാൻ കൊണ്ടുവന്നല്ലേ. സാർ ഇരിക്കെ. നീ ഇരിക്ക. ഇരിക്ക. കഴിക്ക. കഴിക്ക. എന്താ ഞാൻ എടുത്തു തന്നാ നീ കഴിക്കില്ലേ? അയ്യോ സർ, എനിക്ക് സാർ എടുത്ത് തരുമ്പോ എനിക്ക് പറയാൻ പറ്റുന്നില്ല സർ. എന്റെ മേലാകെ എന്തോ പോലെ. ഈ ചിത്രശലഭം തേൻ കുടിക്കുമ്പോ കണ്ണു ചിമ്മുന്ന പോലെ എന്തോ എനിക്ക് നാണാവുന്നു. ഈ കാലത്ത് നിന്റെ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് നാണെന്ന് പറഞ്ഞാ എന്താന്ന് പോലും അറിയില്ലെന്നാ പറയാറ്. പിന്നെ എന്തിനാ എന്റെ കൈകൊണ്ട് തെരഞ്ഞെടുത്ത് കഴിക്കാൻ നീ ഇത്ര നാണിക്കുന്നത്? കഴിച്ചേ. അതെ പാർവതി, ജിതിനെ എന്തിനാ നിന്റെ അടുത്ത് ഇത്ര ദേഷ്യം? എന്തിനാ അവൻ നിന്നെ ഇങ്ങനെ ഒറ്റപ്പെടുത്തി എല്ലാ പഴിയും നിന്റെ മേൽ ചാരുന്നത്? എന്ത് വിരോധ അവന് നിന്നോടുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നേയില്ല. അവന്റെ അനുജത്തിയുടെ ജീവിതത്തിന് വേണ്ടി മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം വെച്ച് കളിക്കുന്നത് തെറ്റല്ലേ? എങ്ങനെയാ മനുഷ്യർക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നത്? ആരെ വിശ്വസിക്കണം ആരെ അവിശ്വസിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നേയില്ല. എന്നാലും പാർവതി, ഞാൻ നിന്നെ അഭിനന്ദിക്കുന്നു. ഒരു കുഗ്രാമത്തിൽ നിന്ന് വന്ന് ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെയൊക്കെ സഞ്ചരിച്ച് പോലീസും പട്ടാളവും ഒക്കെ ചിന്തിക്കാത്ത തരത്തിൽ ഒരു ഡിറ്റക്റ്റീവിന്റെ ബുദ്ധി സാമർത്ഥ്യത്തോടെയും തന്റെ ഇടത്തോടെയും എന്നെ കൊല്ലാൻ ശ്രമിച്ച ആളെ കണ്ടെത്തി അവനെ, ആ ജതിനെ നിയമത്തിന് മുന്നിൽ കീഴടക്കുകയും ചെയ്തു. സത്യം എന്താണെന്ന് എല്ലാരെയും ബോധ്യപ്പെടുത്തിയതിന് തീർച്ചയായും ഞാൻ നിന്നെ അഭിനന്ദിക്കുന്നു. അരവിന്ദൻ സാറിന്റെ അനുജത്തി ജയയെ കൊന്നതും ഇവരാണ് സർ. ഇത്രയും കാലം നീ ഓരോന്ന് പറയുമ്പോ ഞാൻ അതൊന്നും വിശ്വസിച്ചിട്ടില്ല പാർവതി. എല്ലാം പൊട്ടത്തരമായിട്ടും മണ്ടത്തരമായിട്ടും മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്നാൽ ഇപ്പൊ ഞാൻ പാർവതി നിന്നെ പൂർണ്ണമായും വിശ്വസിക്കുന്നു. നിന്റെ ഉള്ളിൽ അമാനുഷികമായി എന്തോ ഉണ്ട്. ഇപ്പൊ നിന്നെ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു.
ഞാൻ പറഞ്ഞ പാർവതി, ഏയ് പാർവതി, നീ എന്നെ എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷിച്ചു. നീ എന്റെ കൂടെ ഉള്ളപ്പോ ആരും എന്നെ കുഴപ്പത്തിലാക്കില്ലെന്നും എനിക്ക് ഉറപ്പായി. ജാസ്മിൻ ഈ വീട്ടിലുള്ളിടത്തോളം കാലം വിശാൽ സാറിന് കുഴപ്പങ്ങൾ തീരില്ല. അവൾ ഈ വീട്ടിൽ നിന്ന് പോകുന്നത് വരെ വിശാൽ സാറിന് ആപത്തുണ്ട്. എന്താന്ന് വെച്ചാൽ ജാസ്മിൻ എപ്പോഴും വിശാൽ സാറിന് എന്തെങ്കിലും ആപത്ത് വരാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. കഴിക്കൂ പാർവതി, കഴിക്കൂ. നടക്കടാ. ചേച്ചി, നീ ഇതെവിടെയായിരുന്നു പ്രതാപ? താഴെ യുദ്ധം കഴിഞ്ഞ് നിന്നെ കണ്ടതേയില്ലല്ലോ. എവിടെ പോയിരുന്നു? എന്റെ ചേച്ചി, നമ്മളിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തോണ്ട് പോയാല് എനിക്കിവിടെ അടങ്ങിയിരിക്കാൻ പറ്റില്ലല്ലോ. ഞാനും പോയി അവരുടെ പുറകെ. എന്നിട്ട് ജതിനെ കണ്ടോടാ? അവൻ എന്തെങ്കിലും പറഞ്ഞോ? ചേച്ചി ഇതെന്ത് വർത്താനം പറയുന്നേ? കൊലപാതക ശ്രമത്തിന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ ഒരു പ്രതിയെ കാണണമെന്ന് അവന്റെ വക്കീൽ വിചാരിച്ച പോലും നടക്കാത്ത കാര്യം. പിന്നല്ലേ ഈ പ്രതാപന്? ചേച്ചി, ഇത് വകുപ്പ് വേറെയാ. IPC മറ്റേ അതെത്രകിലാവട്ടെ. മജിസ്ട്രേറ്റിന്റെ ഉത്തരവോടെ റിമാൻഡ് ചെയ്തു. ഇനി ചോദ്യം ചെയ്യലും കോടതിയും വിചാരണയൊക്കെ ആയിട്ട് കുറച്ച് ദിവസം അങ്ങ് പോകും. അത് കഴിഞ്ഞ് ശിക്ഷ വിധിക്കൂ. ഏത് ജയിലിലാ റിമാൻഡ് ചെയ്തിരിക്കുന്നത്? ജില്ലാ ജയില്. അവിടെ നല്ല സുഖമാണെന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്നാലും എന്റെ ചേച്ചി, താഴെ നടന്ന കാര്യങ്ങൾ കണ്ടിട്ട് ഒരു നിമിഷം കൊണ്ട് എന്റെ ചങ്കെടുപ്പ് കൂടിയിട്ട് തല പൊട്ടി തെറിക്കുന്ന പോലെയൊക്കെയാ തോന്നിയത്. ആ CA കയറി വന്നപ്പോ ഞാൻ വിചാരിച്ചു നമ്മളെ ഹോം നേഴ്സിനെ കൊണ്ട് ഗോപികളിനെ കൊല്ലാൻ നടത്തിയ പ്ലാനില്ലേ, അതറിഞ്ഞിട്ട് നമ്മളെ പൊക്കാൻ വന്നതാണെന്ന്. അത് ഓർത്തപ്പോ തന്നെ എന്റെ ശ്വാസം നിലച്ചുപോയി. എന്നെ എങ്ങാനും പോലീസുകാരെ പിടിച്ചോണ്ട് പോയിരുന്നെങ്കിൽ അവരെന്നെ ജെട്ടിയിൽ നിർത്തി മുട്ടുകാല് തല്ലി പൊട്ടിച്ചാനെ. അയ്യോ, അത് ഓർക്കാൻ കൂടി വയ്യേച്ചി. എനിക്കും അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു. അതല്ല എന്നറിഞ്ഞപ്പോഴാ ആശ്വാസമായത്. നീ ചാടിക്കയറി ഇഞ്ചക്ഷൻ വിഷയം എടുത്തിടുവോന്ന് ഞാൻ സംശയിച്ചിരുന്നു. ആരുടെയോ ഭാഗ്യത്തിന് അതുണ്ടായില്ല. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ജതിന്റെ കൂട്ടത്തിൽ ഇപ്പൊ നീയും അകത്ത് പോയേനെ. ജില്ലാ ജയിലില്. അവിടെ നല്ല സുഖമാണെന്നല്ലേ നീ പറഞ്ഞത്? ചേച്ചി, നല്ല സുഖമാ. ഈ വാളംപുളി പോലിരിക്കുന്നവനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ നല്ല മുഴുത്ത പടവലങ്ങിയ പോലെ ആവും. ഒന്നിനൊരു കുറവില്ലെന്നേ. ഏതായാലും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് കരുതിയാ മതി. ആ അതേ ചേച്ചി, നമ്മുടെ സമയം കൊള്ളായിരുന്നതുകൊണ്ട് ഇഞ്ചക്ഷൻ വിഷയം മാറി പോയിസൺ വിഷയം ഓണായി. അതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത്. ജതിൻ അവന്റെ അനുജത്തിയോടുള്ള സ്നേഹം കാരണം അവൾക്ക് വേണ്ടി ത്യാഗം ചെയ്ത് ജയിലിൽ പോയി. ആ സ്ഥാനത്ത് നീയായിരുന്നെങ്കിലോ? പിന്നെ സ്നേഹം, കരുണ, ത്യാഗം എന്നൊക്കെ മണ്ടത്തരായിട്ട് ആലോചിച്ചുകൊണ്ട് അവൻ ജയിലിൽ പോയത്. നമ്മളെപ്പോലെ സ്മാർട്ടായിട്ട് ചിന്തിച്ചിരുന്നെങ്കിൽ സ്മൂത്തായിട്ട് അവന് എസ്കേപ്പ് ആവായിരുന്നില്ലേ? പിന്നെ അവന്റെ ടാലന്റ് അത്രേ ഉള്ളൂ. അവൻ ജില്ലാ ജയിലിന് ഒരു വാഗ്ദാനമാണെന്ന് കരുതിയാൽ മതി. അവൻ പോലീസ് പിടിയിലായതുകൊണ്ട് ഒരേ ഒരു പ്രയോജനം ഉണ്ടായുള്ളൂ.
നമ്മുടെ ടെൻഷൻ മാറിക്കിട്ടി. ഇല്ല പ്രതാപ, നമുക്കൊരു ടെൻഷൻ ബാക്കിയുണ്ട്. വലിയൊരു ടെൻഷൻ. എന്താ ചെയ്ത്? ആ മാജിക് ബോക്സ് അതിപ്പോ രാധികയുടെ കയ്യിലാ ഉള്ളത്. അതിലെന്താ ഉള്ളതെന്ന് നമ്മൾ അറിഞ്ഞേ പറ്റൂ. ഇതാണോ വലിയ കാര്യമായിട്ട് ടെൻഷൻ അടിച്ച് ചേച്ചി പറയുന്നത്? അത് നിസാരമല്ലേ? ദേ, ഞാനത് സംഘടിപ്പിച്ചു തരാന്ന് ചേച്ചിയോട് പറഞ്ഞതല്ലേ. ഒരു മാജിക് ബോക്സ്, ഒന്നിനും കൊള്ളാതെ ഒതുക്കിയിട്ടിരുന്ന ഒരു സാധനം. അതിനെ ആ പാർവതി പൊടിതട്ടി എടുത്തു വെച്ചിരിക്കുന്നു. അത് വിശാൽ കൊച്ചായിരുന്നപ്പോ അവന്റെ അമ്മ അവന് വാങ്ങിക്കൊടുത്തൊരു കളിപ്പാട്ടം, ഒരു വെറും കളിപ്പാട്ടം. അത് ഓർത്തിട്ട് ചേച്ചി ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് വെറും ഒരു കളിപ്പാട്ടമാണെന്ന് എന്ത് വിശ്വാസത്തിലാ പ്രതാപ നീ പറയുന്നേ? അതിൽ അപകടം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ചേച്ചി മാത്രം എന്ത് വിശ്വാസത്തിലാ പറയുന്നത്? അതോ ചേച്ചിക്കും പാർവതിയെ പോലെ മൂക്കണ്ണുകൊണ്ട് എന്തെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ? പിന്നെ മറ്റേ സിനിമയുണ്ടല്ലോ, അയ്യർ ദി ഗ്രേറ്റിലെ മമ്മൂട്ടിയെ പോലെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിയാനുള്ള കഴിവുണ്ടോ? വീട് ചേച്ചി, ചേച്ചിക്ക് ആവശ്യമില്ലാത്ത പേടിയാ. പേടിയല്ല പ്രതാപ, നമ്മളെപ്പോലെ തെറ്റ് ചെയ്യുന്നവര് ഭയപ്പെടുകയല്ല, മുൻവിധിയോടെ കാര്യങ്ങളെ തിരിച്ചറിയുകയാണ് വേണ്ടത്. അതാ ഞാൻ ചിന്തിക്കുന്നത്. നമ്മൾ അറിയാതെ, നമ്മൾ പറയാതെ ഈ വീട്ടിലൊരു തുരുമ്പ് പോലും ഉണ്ടാവരുത്. ആ പാർവതി ഈ വീട്ടിൽ വരുന്നത് വരെ ഞാൻ ഇവിടെ അങ്ങനെയാ കൊണ്ടു നടന്നിരുന്നത്. എന്നാലിപ്പോ നമുക്ക് ചുറ്റും നടക്കുന്നതൊന്നും നമ്മൾ അറിയുന്നില്ല. അതിൽ പ്രധാനപ്പെട്ടതാണ് ആ മാജിക് ബോക്സ്. അതിലെന്തോ ഉണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നടാ. അതൊരിക്കലും വെറുതെ ആവില്ല പ്രതാപ. ചേച്ചി വലിയ സാമർത്ഥ്യക്കാരി തന്നെയാ, സമ്മതിച്ചു. ചേച്ചിയുടെ ബുദ്ധിമുട്ട് തന്നെയാ ഇത്രയും കാലം ഇത്രയും തെറ്റുകൾ ചെയ്തിട്ടും അതിലൊന്നും പിടിക്കപ്പെടാതെ നമ്മൾ ആഡംബരമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പൊ ചേച്ചി ഓവർ തിങ്കിങ്, അമിത ചിന്ത ആപത്തായ ചേച്ചി. അത് വേണ്ട. ഞാൻ അങ്ങനെ അമിതമായിട്ടൊന്നും ചിന്തിക്കുന്നില്ലടാ. ചേച്ചി, വിശാലിന് ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്ത ഗായത്രി ചിപ്പ് എവിടെ? കൊടുത്ത കൈയോടെ മേലേക്ക് പോയല്ലോ. അമ്മ മേലിലേക്ക് പോയപ്പോ വിശാൽ ആ ഗിഫ്റ്റ് തൂക്കിയെറിഞ്ഞു. ആ മാജിക് ബോക്സിന്റെ ചരിത്രം അത്രേ ഉള്ളൂ. അതിലൊന്നുമില്ല, വെറും പേടാ. നീ ഈ പറയുന്നതാണ് സത്യമെങ്കിൽ ആ മാജിക് ബോക്സില് പ്രത്യേകിച്ച് ഒന്നും ഇല്ല എങ്കിൽ നമ്മളെ ഈ ലോകത്തിന് മറ്റാർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്ത പാപമെല്ലാം, ദ്രോഹം, കൊള്ള, കൊല, ഒന്നും ഇനി ആർക്കും അറിയാൻ കഴിയില്ലെന്നല്ലേ ചേച്ചി പറഞ്ഞു വരുന്നേ? ഞാൻ അങ്ങനെ അല്ല പറഞ്ഞു വരുന്നത് പ്രതാപ. അങ്ങനെ ആരെങ്കിലും അറിഞ്ഞാൽ പോലും നമ്മളെ ആർക്കും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ലെന്നാ ഈ പ്രഭാവതി പറഞ്ഞത്. ഗോപി, ഞാൻ പലപ്പോഴും നിന്നോട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ മൗനം ഈ കുടുംബത്തിന് ആപത്താണ്. അനുഭവം ഗുരു. ഇപ്പം മനസ്സിലായില്ലേ? പറയേണ്ടതും ചെയ്യേണ്ടതും അതാത് സമയത്ത് ചെയ്യണമെന്നോ? പ്രഭാവതിയുടെ ഇഷ്ടങ്ങൾക്ക് മൗനാനുവാദം കൊടുത്തതുകൊണ്ടേ ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം ജയിലഴിക്കുള്ളിലായി. സ്വന്തം ആങ്ങളെ പെങ്ങള് തന്നെ ഒറ്റിക്കൊടുത്തു എന്ന് വേണം കരുതാൻ. കരുതുകയല്ല, അതാണ് സത്യം. ഏതായാലും ഒരു കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാം. പാർവതി ഈ വീട്ടിലുള്ളിടത്തോളം കാലം ആർക്കും ജീവഹാനി സംഭവിക്കില്ല. അവളുടെ മനക്കണ്ണിൽ കാണുന്നതെല്ലാം സംഭവിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ എന്തുകൊണ്ട് ഗോപിയേട്ടന് ഇങ്ങനൊരു അവസ്ഥ വന്നു എന്ന് മുതിയന്നൂരമ്മ അവക്ക് കാണിച്ചു കൊടുത്തില്ല? അതിന് കാരണം
ഗോപിയേട്ടന്റെ ഭാഗത്തുനിന്നും എന്തെങ്കിലും തെറ്റ് സംഭവിച്ചതാണോ അതോ വിധിപ്രകാരം ഗോപിയേട്ടൻ ഇത് അനുഭവിക്കണമെന്നാണോ? തലയിലെഴുത്ത് എന്താണോ അത് തിരുത്തി എഴുതാൻ കഴിയില്ലല്ലോ. അത് അനുഭവിച്ച് തന്നെ തീർക്കണം. ഇന്ന് കുന്നിലമ്പലത്തിൽ വെച്ച് നിറച്ചാർത്തിന് ശേഷം ഞാൻ മേൽശാന്തിയെ കണ്ടിരുന്നു. ഉം. ശുഭകരമല്ലാത്ത പലതും ഇവിടെ അരങ്ങേറുമെന്നും ഗോപിയേട്ടന്റെ ജീവന് പോലും ആപത്താണെന്നും പറഞ്ഞു. പരിഹാരമാർഗത്തെക്കുറിച്ച് ചോദിച്ചപ്പോ ദൈവാനുഗ്രഹമുള്ളൊരു ശരീരം ഇവിടെ ഉണ്ടെന്നും ആ ശരീരത്തിന്റെ സാമീപ്യം ഒരു പരിധിവരെ അപകടങ്ങളൊക്കെ ഒഴിവാക്കുമെന്നാ തിരുമേനി പറഞ്ഞത്. പക്ഷേ ക്ഷേത്രങ്ങളിൽ പോയി ചെയ്യേണ്ട ചില പ്രധാന വഴിപാടുകൾ കൂടി ചെയ്യേണ്ടി വരും. എങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ടുള്ള രക്ഷ കിട്ടൂന്നും പറഞ്ഞു. അതെന്തു തന്നെയായാലും ചെയ്യണം. ഈ വയസ്സാം കാലത്ത് അതിനൊക്കെ ഓടി നടക്കാൻ എന്റെ ആരോഗ്യം അനുവദിക്കുന്നില്ല. അത്രയും ദിവസം ഭജനം ഇരുന്നപ്പോൾ ശാരീരികമായി ഞാൻ ഒരുപാട് വിഷമിച്ചു. അതിന്റെ ഫലവും കിട്ടി. ഇനിയുള്ള കാര്യങ്ങളെല്ലാം നീ വേണം നോക്കാൻ. എനിക്കതിൽ സന്തോഷമുള്ളമ്മേ. തിരുമേനി പറഞ്ഞതുപോലെ പാർവതിയുടെ സാന്നിധ്യം തന്നെയാ ഈ കുടുംബത്തിന്റെ രക്ഷ. അതെങ്ങനെയാ? അവളെ ഈ കുടുംബത്തിൽ നിന്ന് അടിച്ചിറക്കാനും ഇല്ലാതാക്കാനും അല്ലേ ചിലരുടെ ശ്രമം? അതിന്റെ തിരിച്ചടി കഴിഞ്ഞ ദിവസം അവരെല്ലാവരും അനുഭവിച്ചു. ചൂരലുകൊണ്ട് നല്ല ചുട്ട അടിയാ എല്ലാത്തിനും കിട്ടിയ. വടി കൊടുത്ത് അടി മേടിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അത് നേരിട്ട് കാണാൻ പറ്റി. എന്തായാലും വിശാലും പലതും മനസ്സിലാക്കിയിട്ടുണ്ട്. അമ്മയുടെ വാമൊഴിക്ക് മറുമൊഴി ഇല്ലാതിരുന്ന വിശാലല്ല ഇപ്പോഴുള്ളത്. കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയെന്നാ എനിക്ക് തോന്നുന്നത്. അച്ഛനെന്ന് പറഞ്ഞാൽ അവന് ജീവനാ. ഗോപിക്കെതിരെ ആര് നീങ്ങിയാലും അവൻ തടഞ്ഞിരിക്കും. ഇന്ന് ഞാൻ അവന്റെ മുഖം വായിച്ചു. എന്തോ തീരുമാനിച്ചുറച്ച ഭാവമാ. അതിപ്പോ അങ്ങനെ തന്നെയല്ലേ അമ്മ വരൂ. കാരണം പാർവതി അവന്റെ ഭാര്യ. അവനെ തിരുത്താനും നേർവഴിക്ക് നടത്താനും അവക്ക് കഴിയും. എല്ലാം ശരി തന്നെയാ. പക്ഷേ അവനെ മറ്റൊരു വിവാഹത്തിന് നിർബന്ധിച്ചതും അവള് തന്നെയല്ലേ? അതെന്തിനാണെന്ന് ഗോപിക്കോ എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കഴുത്തിൽ മിന്നു കെട്ടിയ പുരുഷനെ മറ്റൊരു വിവാഹത്തിന് നിർബന്ധിക്കുന്നത് കേട്ടുകേൾവി ഇല്ലാത്തൊരു കാര്യാ. ഒരു കാരണവുമില്ലാതെ പാർവതി ഒന്നും പറയില്ല. മറ്റൊരു കല്യാണത്തിന് നിർബന്ധിച്ചു എന്നത് ശരി. പക്ഷേ അങ്ങനെയാണെങ്കിൽ ജാസ്മിനുമായിട്ടുള്ള വിവാഹം എന്തിനവൾ എതിർത്തു? ആ ഭാഗം കൂടി നമ്മളൊന്ന് ചിന്തിക്കണം. അപ്പൊ എല്ലാത്തിനും വ്യക്തമായ ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങള് പാർവതിക്ക് മാത്രമേ അറിയൂ. എല്ലാം അവളുടെ ഉദയന്നൂരമ്മയുടെ വെളിപ്പെടുത്തലുകളായിരിക്കും. ഹലോ. ആ, ഇതേ എനിക്ക് ആവശ്യമില്ലാത്ത ടെൻഷൻ ഉണ്ടാക്കാൻ നിങ്ങൾ ചെയ്യേണ്ട ജോലികൾ നിങ്ങൾ തന്നെ ചെയ്യണമായിരുന്നു. ഇതിനിടയിൽ അയാളെ കൊണ്ട് ചെയ്യിക്കാൻ ഞാൻ പറഞ്ഞോ? ഇന്നലെ തന്നെ എന്റെ കയ്യിൽ നിന്ന് സൈൻ വാങ്ങിയിരുന്നെങ്കിൽ ഇപ്പൊ രാവിലെ തന്നെ അത് സെൻഡ് ചെയ്യായിരുന്നല്ലോ. ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? വിശാൽ സർ, അതൊന്നും എനിക്കറിയേണ്ട കാര്യമല്ല. ഏയ്, നോ നോ നോ, എന്നോട് നിങ്ങൾ സമയം പറയരുത്. ഞാൻ ഏൽപ്പിച്ച ജോലി കൃത്യസമയത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാ നിങ്ങളെ പോലുള്ളവർ അവിടെ വെച്ചിരിക്കുന്നത്. വിശാൽ സർ, ചായ തണുത്തു പോവും. ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഇവിടെ ഞാൻ എത്ര ടെൻഷനിലാണെന്ന് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ ചായ തണുത്ത് പോകുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. എനിക്കെന്താ 10 തലയും 10 കൈയും ഉണ്ടോ? ഒരേ നേരം ഞാൻ എന്തൊക്കെ ചെയ്യണം? സർ, ഈ ചായ കുടിക്കുക. ഞാൻ ബട്ടൺ ഇട്ട് തരാം.